ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടെ സഞ്ജു സാംസൺ കയ്യടി നേടുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനായി ആദ്യത്തെ 3 മത്സരത്തിലും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. എന്നാൽ അവസാന 4 മത്സരത്തിൽ നിന്ന് 2 സെഞ്ചുറി ഉൾപ്പെടെ നേടി കിടിലൻ തിരിച്ചുവരവാണ് സഞ്ജു നടത്തിയത്. ഈ സീസണിൽ സഞ്ജു മികവ് കാട്ടിയ 3 മത്സരത്തിൽ മാത്രമാണ് CSK ജയിച്ചതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ സഞ്ജു സാംസൺ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പവും IPL ടീമിനൊപ്പവും കത്തിക്കയറുന്ന സഞ്ജു പ്രമുഖരുടെ അടക്കം കയ്യടികൾ ഏറ്റുവാങ്ങുകയാണ്. ഈ IPL ചെന്നൈ സൂപ്പർ കിങ്സിനായി സഞ്ജു പുറത്തെടുക്കുന്ന കിടിലൻ പ്രകടനം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. സഞ്ജുവിൻ്റെ സമീപകാലത്തെ ഗംഭീര പ്രകടനത്തിന് പിന്നിൽ അദ്ദേഹത്തിന് ചില ശൈലി മാറ്റങ്ങളുണ്ടാവും. പഴയ സഞ്ജുവിൽ നിന്ന് ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നതാണ് വസ്തുത. മത്സരത്തോടുള്ള കാഴ്ചപ്പാടിലും ശൈലിയിലും സഞ്ജു വരുത്തിയ ചില പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, സഞ്ജു സാംസൺ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ തുടങ്ങി എന്നതാണ്. സഞ്ജു സാംസൺ പൊതുവെ ഓപ്പണർ റോളിൽ ഇറങ്ങി തല്ലിപ്പറത്തി കളിക്കുന്ന താരമാണ്. എന്നാൽ ഇപ്പോൾ സഞ്ജു ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തുന്ന താരം എന്നതിലുപരിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കുന്നുണ്ട്. തൻ്റെ വ്യക്തിപരമായ പ്രകടനത്തെക്കാൾ ഉപരിയായി ടീമിന് പ്രാധാന്യം നൽകിയാണ് ഇപ്പോൾ സഞ്ജു കളിക്കുന്നത്. കഴിഞ്ഞ 2020 ലോകകപ്പ് മുതലുള്ള സഞ്ജുവിൻ്റെ പ്രകടനം നോക്കുമ്പോൾ ഈ ഉത്തരവാദിത്തം കാണാനാകും. ടീമിനായി തൻ്റെ കടന്നാക്രമണ ശൈലിയെ ഒന്ന് പിടിച്ചുകെട്ടാൻ സഞ്ജു തയ്യാറായിട്ടുണ്ട്. ഇത് സഞ്ജുവിനും ടീം മാനേജ്മെന്റിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഒരു ക്യാപ്റ്റനെ പോലെ ചിന്തിച്ച് മത്സരത്തെ സമീപിക്കുന്നതാണ് സഞ്ജുവിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സഞ്ജു ഇന്നിങ്സിന്റെ അവസാനം വരെ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ്. നേരത്തെ ഓപ്പണർ റോളിൽ സഞ്ജു ഇറങ്ങുന്നത് പവർ പ്ലേയിൽ പരമാവധി സ്കോർ നേടിക്കുന്ന ലക്ഷ്യത്തോടെയായിരുന്നു. സഞ്ജുവിൻ്റെ ടീമിലെ റോളും ഇത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സഞ്ജുവിന് ഇത്തരമൊരു റോളല്ല ടീമിലുള്ളത്. ഓപ്പണറായി ഇറങ്ങി തല്ലി തകർക്കുന്നത് മാറി അവസാന ഓവർ വരെ ബാറ്റ് ചെയ്യാനാണ് ഇപ്പോൾ സഞ്ജു ശ്രമിക്കുന്നത്. സഞ്ജുവിൽ നിന്ന് ടീം ആഗ്രഹിക്കുന്നതും നങ്കൂരമിട്ടുള്ള ഈ ഇന്നിങ്സ് തന്നെയാണ്. സഞ്ജു ഇത്തരത്തിൽ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടീമിന് മികച്ച സ്കോർ നേടിക്കൊടുക്കുന്നുമുണ്ട്. സഞ്ജു ഇപ്പോൾ സീനിയർ താരങ്ങളെ പോലെ ടീമിലെ പ്രധാന താരമായി കഴിഞ്ഞുവെന്ന് പറയാം. സഞ്ജു ഇതേ ശൈലിയിൽ മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ടീമിനും CSKയ്ക്കും ഒരുപോലെ നല്ലതുമാണ്. മൂന്നാമത്തെ കാര്യം, സഞ്ജു സാംസൺ കൂടുതൽ ബൗണ്ടറികളിലൂടെ റൺസ് ഉയർത്താൻ ആരംഭിച്ചു എന്നതാണ്. നേരത്തെയുള്ള സഞ്ജുവിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ കൂടുതലും റൺസ് ഉയർത്തിയിരുന്നത് സിക്സറിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ സഞ്ജു കൂടുതൽ ബൗണ്ടറികൾ നേടുന്നുണ്ട്. ഗ്രൗണ്ട് ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കാത്തു കളിക്കാനുള്ള സഞ്ജുവിൻ്റെ ശ്രമം താരത്തിൻ്റെ സമീപകാലത്തെ ഗംഭീര പ്രകടനത്തിന് കാരണമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും സഞ്ജുവിൻ്റെ ഈ ശൈലിമാറ്റം ഏറെ ഗുണം ചെയ്യും.